ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ സൊല്യൂഷന്റെ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് കടക്കാൻ പോവാണ്. ഇതോടെ തീരും. ഇന്ന് തൊട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ, സമയം കളയണ്ട. എടാ, നമ്മൾ നേരത്തെ എന്തായിരുന്നു സൊല്യൂഷൻ, എന്താണ് സോൾവെന്റ്, എത്ര തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്, എല്ലാം നമ്മൾ പഠിച്ചു. ഇനി സൊല്യൂഷനെ അത് സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും ബേസിലായിരുന്നു നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. സോൾഡ് സൊല്യൂഷൻ, ഗേഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സോലിബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ മോൾ ഫ്രാക്ഷൻ, പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ ടേംസ് എല്ലാം ഓർമ്മയുണ്ടല്ലോ. മോൾ ഫ്രാക്ഷൻ, പാർട്സ് പെർ മില്യൺ, അതെല്ലാം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതൊക്കെ ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞത്. മക്കളെ, ഏതാണ്ട് ഈ സൊല്യൂഷനകത്ത് നമുക്കൊരു ടേം പഠിക്കാനുണ്ട്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് മക്കളെ, ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബീക്കർ എടുത്തു. ആ ബീക്കറിൽ നിറയെ വെള്ളം എടുത്തു. നിറയെ വെള്ളം എടുത്തു. നിറയെ വെള്ളം എടുത്തു. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ മക്കളെ, ഇതില് വാട്ടർ മാത്രമേ ഉള്ളൂ. ഇതിൽ എന്തില്ല, സൊല്യൂഷൻസ് ഒന്നുമില്ല. ഇതൊരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഇതിനകത്തൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസാ, ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇതിലോട്ട് ഒരുപാട് പഞ്ചസാര ഇട്ടു. ഇങ്ങനെ കലക്കി വന്നപ്പോ ലാസ്റ്റ് കുറെ കഴിഞ്ഞപ്പം കുറച്ച് തരികൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ. കുറച്ച് പോയിന്റ്സ് നമ്മളിങ്ങനെ കുറെ നേരം ഈ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുമല്ലോ. മിക്സിയിലിട്ട് അടിക്കുന്നതല്ല, അല്ലാതെ നമ്മൾ മിക്സ് ചെയ്യുമല്ലോ. മിക്സ് ചെയ്യുന്ന സമയത്ത് അലിയാതെ കുറച്ച് പഞ്ചസാരകൾ കിടക്കത്തില്ലേ നമ്മുടെ ആ സൊല്യൂഷനകത്ത്, ആ വെള്ളത്തിനകത്ത്. അലിയാതെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിനകത്ത് ലയിച്ച് ചേരുന്ന പഞ്ചസാര മാക്സിമം ലയിച്ച് ചെയ്ത് അത് സാച്ചുറേറ്റഡ് ആയി എന്നാണ് അതിനർത്ഥം. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരത്തില്ല, ഇതിനകത്ത് പഞ്ചസാര അലിയത്തില്ല. ഇനി ഇതിനകത്തോട്ട് പഞ്ചസാര അലിയാൻ വേണ്ടി എനിക്ക് ഇനിയും ചേർക്കണം. പഞ്ചസാര അലിയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് പറ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ബോയിൽ ചെയ്യുന്നു. നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പഞ്ചസാര വീണ്ടും അലിയും. അപ്പൊ ഇങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാ വിളിക്കുന്നത്. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇതൊന്നും വേണ്ട, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ, ചെറിയ എമൗണ്ട്, കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മാക്സിമം കോൺസെൻട്രേഷനിലെടുത്ത് സൊല്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ ഒരു ടേം ആയിരുന്നു എന്ത്, സോലിബിലിറ്റി എന്താണെന്ന് പറഞ്ഞായിരുന്നു. മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എന്ത് ചെയ്യുക, ഒരു സോൾവെന്റില് എന്ത് ചെയ്തേക്കുക, ഡിസോൾവ് ആയേക്കുക ഒരു ഗിവൺ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഒരു സോൾവെന്റിൽ ലയിച്ചു ചേർന്ന സൊല്യൂട്ടിന്റെ മാക്സിമം അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോലുബിലിറ്റി എന്ന്. ഈ ഒരു കാര്യം നിങ്ങൾ മറന്നുപോകല്ലേ. ഈ സോലുബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡിസൊല്യൂഷൻ എന്താണെന്നും ക്രിസ്റ്റലൈസേഷൻ എന്തുവാണെന്നും. മക്കളെ, ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന് സൊല്യൂഷൻ ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ന് വിളിക്കാം, ഡിസൊല്യൂഷൻ എന്ന് വിളിക്കാം. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷനകത്തുനിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഡൈനാമിക് ഇക്വിലിബ്രിയം ഒക്കെ പറഞ്ഞില്ലേ. ക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷനകത്തുനിന്ന് സൊല്യൂട്ടിനെയും സോൾവെന്റിനെ എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ രണ്ട് കാര്യങ്ങളും. ഏതാ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രോസസ്സും. അതായത് നോക്കിക്കേ, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു. അതായത് ഡിസൊല്യൂഷനും നടക്കുന്നുണ്ട്, ക്രിസ്റ്റലൈസേഷനും നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് യഥാർത്ഥ പോയിന്റ്. നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് ആ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായല്ലോ മക്കളെ? നിങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലേ? എന്നിട്ട് എന്താ അടങ്ങാതിരിക്കുന്നേ? നോക്കിക്കേ, ഇനി നമ്മൾ സോലിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ പറ്റി പറയാണ്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്,
നമ്മൾ എല്ലാ സോൾവെന്റ് വാട്ടറും ബെൻസീൻ വാട്ടർ എവിടെ ലയിക്കുന്നത്? വാട്ടറിൽ ലയിക്കുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? NaCl വാട്ടറിലാണ് ലയിക്കുന്നത്, ഗ്ലൂക്കോസ് വാട്ടറിൽ ലയിക്കുന്നു. അതേപോലെ തന്നെ നാഫ്തലിൻ ഒക്കെ എവിടെ ലയിക്കുന്നത്? നമ്മൾ പറഞ്ഞു ബെൻസീനകത്ത് ലയിക്കുന്നു. അപ്പൊ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയായിരുന്നു, പോളാർ സോൾവെന്റ് ഡിസോൾവ് ഇൻ പോളാർ സൊല്യൂട്ട്, നോൺ പോളാർ സോൾവെന്റ് ഡിസോൾവ് ഇൻ നോൺ പോളാർ സൊല്യൂട്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ ഫാക്ടർ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. മക്കളെ, ഫാക്ടർ അഫക്റ്റിംഗ് സോളിബിലിറ്റി സോളിഡ് ഇൻ ലിക്വിഡ് ആണേ. സോളിഡ് ഇൻ ലിക്വിഡ്, അതായത് സൊല്യൂട്ട് സോളിഡും, സൊല്യൂട്ട് ആരാ? സോളിഡ് ഇൻ ലിക്വിഡിൽ ആരാ? സൊല്യൂട്ട് ആരായിരിക്കും? സോളിഡും. സോൾവെന്റ് ഏത് ഫേസിലായിരിക്കും? സോൾവെന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിലും ആയിരിക്കും. മറന്നു പോവല്ലേ, ലിക്വിഡും ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ, എങ്ങനെയാണ് പ്രഷർ എഫക്ട് ചെയ്യുന്നത് നമ്മൾ പറയാൻ പോവാ. അതാണ്ട് ടെമ്പറേച്ചർ എങ്ങനെ അഫക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ. നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, നമുക്ക് ഫിസിക്സിലൊക്കെ പഠിക്കാനുണ്ട് തെർമോഡൈനാമിക്സ്. ഈ തെർമോഡൈനാമിക്സിൽ രണ്ട് വാക്കുകളുണ്ട്, എൻഡോതെർമിക് റിയാക്ഷനും എക്സോതെർമിക് റിയാക്ഷനും. മക്കളെ, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എൻഡോ എൻഡർ എന്ന് നിങ്ങൾ ഓർത്താൽ മതി. എൻഡോതെർമിക് റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ടെമ്പറേച്ചർ വേണം. മനസ്സിലായോ? എൻഡോതെർമിക് റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? എൻറ്റർ ചെയ്യണം. അപ്പൊ നോക്കിക്കേ, എൻഡോതെർമിക് റിയാക്ഷനകത്ത് ഡെൽറ്റ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻതാൽപി ചേഞ്ച് ആണ്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻതാൽപി ചേഞ്ച് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് സീറോനേക്കാൾ കൂടുതലായിരിക്കണം. എന്തിന്റെ? എവിടെയാ? സോളിഡ് ഇൻ ലിക്വിഡില്. സൊല്യൂട്ട് സോളിഡും സോൾവെന്റ് ലിക്വിഡും ആണെന്ന കണ്ടീഷനിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് അതിന്റെ സോളിബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. നേച്ചർ ഓഫ് സോൾവെന്റ്, സൊല്യൂട്ട്, ടെമ്പറേച്ചർ. എൻഡോതെർമിക് റിയാക്ഷനകത്ത് എന്താണ്? നമ്മൾ ഹീറ്റ് എൻറ്റർ ചെയ്യുക, ഹീറ്റ് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് കൂടും? അതിന്റെ സോളിബിലിറ്റി കൂടും എന്ന് പറഞ്ഞു. നോക്കിക്കേ, സോളിബിലിറ്റി ഇൻക്രീസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എൻഡോതെർമിക് റിയാക്ഷനകത്ത് സോളിബിലിറ്റി കൂടാൻ ടെമ്പറേച്ചർ കുറയ്ക്കണോ കൂട്ടണോ? എൻഡോതെർമിക് റിയാക്ഷനകത്ത് സോളിബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കണോ, അല്ല ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കണോ അതോ കൂട്ടണോ? നമ്മുടെ ക്വസ്റ്റ്യൻ. എൻഡോതെർമിക് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ടെമ്പറേച്ചർ എൻറ്റർ ചെയ്യുന്ന, ഉള്ളിൽ ടെമ്പറേച്ചർ എൻറ്റർ ചെയ്ത് നമുക്ക് റിയാക്ഷൻ നടക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ. അതായത് എൻഡോതെർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിയാക്ഷൻ നടക്കുന്നു, ഇവിടോട്ട് എന്ത് വേണം? ടെമ്പറേച്ചർ എൻറ്റർ ചെയ്താൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കത്തുള്ളൂ. ടെമ്പറേച്ചർ എൻറ്റർ ചെയ്താൽ മാത്രമേ ഈ റിയാക്ഷൻ എവിടെ നടക്കത്തുള്ളൂ. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഈ ഒരു എൻഡോതെർമിക് റിയാക്ഷനകത്ത് ഞാൻ ടെമ്പറേച്ചർ വീണ്ടും കൂട്ടി, ഞാൻ കൊടുക്കുന്ന ടെമ്പറേച്ചർ വീണ്ടും ഞാൻ കൂട്ടുമ്പോ സോളിബിലിറ്റി കുറയുമോ കൂടുമോ? പറ, വേഗം പറ മക്കളെ. എന്താ ആരും മിണ്ടാത്ത? കേൾക്കാൻ പറ്റുന്നില്ലയോ? പോയി എല്ലാരും? കേൾക്കുന്നില്ലേ? ഉണ്ട്. ഞാൻ ചോദിച്ചതിന് ആൻസർ പറ. ഞാൻ പറഞ്ഞത് മനസ്സിലായി? എന്തോ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് മനസ്സിലായോ? ഫസ്റ്റ് എൻഡോതെർമിക് ഒന്നുകൂടെ പറയട്ടെ? അതായത് നമ്മളുടെ നോക്കിക്കേ, ഫാക്ടർ അഫക്റ്റിംഗ് സോളിബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ അത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോളിഡ് ഇൻ ലിക്വിഡിലാണ്. അതായത് സൊല്യൂട്ട് എന്ന് പറയുന്നത് സോളിഡും സോൾവെന്റ് എന്ന് പറയുന്ന ലിക്വിഡുമാണ്. നമ്മുടെ സാൾട്ട് വാട്ടർ നോക്കിക്കോ, നമ്മുടെ സാൾട്ട് വാട്ടർ എക്സാമ്പിൾ. ഇങ്ങനെയുള്ള ആളുകളിൽ സോളിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറിൽ ഒന്നാമത്തെ ആളെയാണ് നമ്മൾ പറഞ്ഞ നേച്ചർ ഓഫ് സോൾവെന്റ്. പോളാർ സോൾവെന്റ് ഡിസോൾവ് ചെയ്യുന്നത് പോളാർ സൊല്യൂട്ടിലും, നോൺ പോളാർ സോൾവെന്റ് ഡിസോൾവ് ചെയ്യുന്ന നോൺ പോളാർ സൊല്യൂട്ടിലും ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് എൻഡോതെർമിക് റിയാക്ഷനും വെച്ചും രണ്ടാമത്തത് എക്സോതെർമിക് റിയാക്ഷനും വെച്ചും. അപ്പോൾ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ടെ ഇവിടെ ഒരു റിയാക്ഷൻ നടക്കും, ഒരു കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നടക്കും. ഇതിനകത്ത് എന്ത് നടക്കുന്നുണ്ട്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്.
കെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊല്യൂട്ട് സോൾവെന്റ് ആകുന്ന എന്തെങ്കിലും ഒരു റിയാക്ഷൻ നടക്കുക. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കണം? ഇവിടെ ടെമ്പറേച്ചർ എൻ്റർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിസ്റ്റം ആണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനകത്തോട്ട് ടെമ്പറേച്ചർ വന്നാൽ മാത്രമേ, ടെമ്പറേച്ചർ എൻ്റർ ചെയ്താൽ മാത്രമേ, ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യുന്ന റിയാക്ഷൻ ആണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഈ എൻഡോതെർമിക് റിയാക്ഷൻ എന്തുവെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്നാൽ മനസ്സിലായി. അപ്പൊ ടെമ്പറേച്ചർ എൻ്റർ ചെയ്യുന്ന റിയാക്ഷൻ ആണ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും? സോലുബിലിറ്റി കൂടും. സോൾഡ് ഇൻ വാട്ടർ, നമ്മൾ സാൾട്ട് വാട്ടർ ഉപ്പിട്ട് കലക്കി, എന്നിട്ട് കുറെ കലങ്ങി കഴിഞ്ഞ് കലങ്ങാതിരിക്കുമ്പോൾ നമ്മൾ ഉപ്പിന്റെ അടിയിലോട്ട് എന്ത് ചെയ്യുന്നു? തീ കൊടുക്കുന്നു. തീ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ബോയിൽ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും? അത് മെൽറ്റ് ആവത്തില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ കയ്യിലിരിക്കുന്ന എൻഡോതെർമിക് റിയാക്ഷനകത്ത് ഞാൻ ഒരു ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ സോലുബിലിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ടെമ്പറേച്ചർ വേണം. അതായത് സൊല്യൂഷൻ മിക്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ വേണം. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഈ റിയാക്ഷൻ നടക്കും. അപ്പൊ ഞാൻ കൊടുക്കുന്ന എമൗണ്ട്, അപ്പൊ ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഇവിടെ ഒരു 20 ജൂൾ ഹീറ്റ് നിങ്ങൾ കൊടുത്തെന്നിരിക്കട്ടെ, ഇവിടെ നമുക്കുണ്ട് സിസ്റ്റത്തിനകത്ത്. ഞാനൊരു 10 ജൂളൂടെ കൊടുക്കുമ്പോ ഈ റിയാക്ഷൻ സ്പീഡപ്പ് ആവത്തില്ലേ മക്കളെ? മനസ്സിലാവില്ലയോ? മനസ്സിലായോ പറഞ്ഞേ? അപ്പം ഒരു എൻഡോതെർമിക് റിയാക്ഷനകത്തോട്ട് ഞാൻ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സോലിബിലിറ്റി കൂടും. നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ ആണേ, നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? നമ്മുടെ സോലിബിലിറ്റി കൂടും. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ നമുക്ക് കണ്ടിട്ട് NaCl ആഡഡ് ടു വാട്ടർ. എക്സാമ്പിൾ നോക്കിയാൽ മതി. NaCl ആഡഡ് ടു വാട്ടർ. ഓക്കെ ആണല്ലോ? നമ്മളെ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒരു കാര്യം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ വാട്ടർ അല്ലേടാ മക്കളെ, നമ്മുടെ വാട്ടർ എടുത്തു. വാട്ടറിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത് വാട്ടർ, ഇതിനകത്തോട്ട് ഞാൻ ആരെ ആഡ് ചെയ്തു? ഇതിനകത്തോട്ട് സാൾട്ട് ആഡ് ചെയ്തു. ഇവിടെ സാൾട്ട് നമ്മൾ ലയിക്കുമ്പോൾ അവിടെ ചെറിയ എമൗണ്ട് ഓഫ് ഒരു ഹീറ്റ് ഉണ്ടാകുമല്ലോ. ഒരു ചെറിയ കെമിക്കൽ റിയാക്ഷൻ അല്ലേ അവിടെ നടക്കുന്നേ. അപ്പൊ ഇവിടെ ഒരു ഹീറ്റ് ഉണ്ടാകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹീറ്റ് ഇങ്ങോട്ട് ഉണ്ടാകും. ഈ ബീക്കറിനകത്തോട്ട് ഒരു ഹീറ്റ്, ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? വാട്ടർ, പിന്നെ ഇവിടെ ലയിക്കാതെ കൊടുക്കുന്ന കുറച്ച് ഉപ്പ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഹീറ്റ് കൊടുത്തു. ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇത് മെൽറ്റ് ആവത്തില്ലേ? ഇത് മെൽറ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്തുവാ? സോലുബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും? നമ്മുടെ സോലുബിലിറ്റി കൂടും. എവിടാ? എൻഡോതെർമിക്കിൽ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എക്സോതെർമിക്കിലോട്ട് പോവുകയാണേ. ഈ കണ്ടീഷൻസ് പഠിച്ചു വെക്കണേ മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആണേ. ഇനി അടുത്താണ് എക്സോതെർമിക് റിയാക്ഷൻ എടുത്തു. എക്സോതെർമിക് റിയാക്ഷനകത്ത് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിയാക്ഷൻ ആണ്. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുവാണ് ഇവിടെ. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് എന്ത് ചെയ്യും മക്കളെ? എക്സിസ്റ്റ് ചെയ്യും, പുറത്തോട്ട് പോകും. ഹീറ്റ് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ പുറത്തോട്ട് പോകുന്ന റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എക്സോതെർമിക് റിയാക്ഷൻ. അപ്പൊ ടെമ്പറേച്ചർ പുറത്തോട്ട് പോകുന്ന റിയാക്ഷൻ, ടെമ്പറേച്ചർ പുറത്തോട്ട് പോയാൽ മാത്രമേ എന്ത് റിയാക്ഷൻ നടക്കത്തുള്ളൂ? എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇവിടുന്ന് ടെമ്പറേച്ചർ അങ്ങോട്ട് കൊടുക്കുക, അകത്തോട്ട് കൊടുക്കുമ്പോ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടി ഇവിടെ റിയാക്ഷൻ നടക്കുവോ? ഇല്ല. അപ്പം എക്സോതെർമിക് റിയാക്ഷനകത്തോട്ട് ഞാൻ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതിന്റെ സോലിബിലിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. കണ്ടീഷൻസ് പഠിച്ചു വെച്ചേക്കണേ. ഇത് രണ്ടും പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോടാ? അടുത്ത ഭാഗത്തോട്ട് പോകാൻ വേണ്ടിട്ടാ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് അകത്തോട്ട് കയറുന്ന റിയാക്ഷൻ ആണ് എൻഡോതെർമിക്. എക്സോതെർമിക് റിയാക്ഷൻ ഹീറ്റ് പുറത്തോട്ട് പോകുന്നതാണ്. അപ്പൊ അകത്തോട്ട് പോയി റിയാക്ഷൻ നടക്കും. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലിബിലിറ്റി കൂടുന്നു. എക്സോതെർമിക്കിൽ സോലിബിലിറ്റി കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത പ്രഷറിന്റെ കാര്യം പറയാൻ പോവാ. ഇതാ മക്കളെ, ഞാൻ എന്റെ കയ്യില് വീണ്ടും ഞാൻ ആരെ തന്നെ എടുത്തു? നമ്മുടെ വാട്ടർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ കുറച്ച് സാൾട്ട് എടുത്തു. ലയിക്കാതെ കിടക്കുന്ന സാൾട്ട് ആണേ, കുറച്ച് സാൾട്ട് ആണേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇവിടോട്ട് പ്രഷർ കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് കൊടുക്കുക ഞാൻ ഇങ്ങോട്ട്. ഇവിടെ ഈ ഫോഴ്സ് കൊടുക്കുമ്പം ഇത് അലിയുവോ?
ഞാൻ ഇവിടെ ഇരുന്നോണ്ട് അത് അമ്മിക്ക് പിടിക്കുക വെള്ളത്തിൽ, അല്ലെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇങ്ങനെ അമുക്കുക. അമുക്കുമ്പം സാൾട്ട് അലിയുവോ? നമ്മുടെ ഉപ്പ് അലിഞ്ഞു പോകുവോ? ഇല്ല. അലിഞ്ഞു പോകത്തില്ല. അപ്പം നമുക്ക് പറയാലോ, സോളിഡ് ഇൻ ലിക്വിഡില് എന്തിന് റോളില്ല? പ്രഷറിന് എന്തില്ല മക്കളെ? ഒരു സിഗ്നിഫിക്കന്റ് റോൾ ഇല്ല. എവിടെ മാത്രമാണെന്ന് ശ്രദ്ധിച്ചോണം? സോളിഡ് ഇൻ ലിക്വിഡില്. സോളിഡ് ഇൻ ലിക്വിഡില്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായോ മക്കളെ? ഇതൊരു ഡ്രൈ ഏരിയ ആണ്. നമ്മൾ കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും കുറച്ച് പാടാണ്, നമുക്ക് പറഞ്ഞു തരാനും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണ ഈ ഒരു കാര്യം. കുറച്ച് ഐഡിയസ് വർക്ക് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവത്തുള്ളൂ. ഇനി അടുത്ത് നമ്മൾ ഗ്യാസ് ഇൻ ലിക്വിഡ് പഠിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടാ മക്കളെ? ഞാൻ അടുത്തോട്ട് പോട്ടെ? പോവാണേ. ഓക്കെ മക്കളെ, ഇനി അടുത്ത കണ്ടീഷൻ നോക്കിക്കേ. ഗ്യാസ് ഇൻ ലിക്വിഡ്, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞ? സോളിഡ് ഇൻ ലിക്വിഡാ. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുക. കാർബൺ സോഡാ വാട്ടർ. ഞാനേ സോഡാ വാട്ടർ എക്സാമ്പിൾ എഴുതുക. ഒരു മിനിറ്റ്. സോഡ വാട്ടർ എക്സാമ്പിൾ എന്തൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ എന്തുവാ ഉള്ളത്? വാട്ടറും അല്ലേ? ഓക്കെ, എക്സാമ്പിൾ എഴുതി. അപ്പൊ ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണ് ലയിക്കുന്നത്. ഇവിടുത്തെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ്. ഇവിടെയും അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഒന്നാമത്തെ എന്തുവാ? നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. സിമിലർ പ്രിൻസിപ്പിൾ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡിനകത്തിന് ലിക്വിഡ് നോൺ പോളാറില് പോളാറും, പോളാറില് നോൺ പോളാറും. അത് തന്നെയാണ് ഇവിടെ. ഇപ്പൊ പോളാർ സോൾവെന്റ് എടുത്തു കഴിഞ്ഞാൽ പോളാർ സോൾവെന്റിൽ ആര്? പോളാർ സൊല്യൂട്ട്. നേരത്തെ കാര്യം തന്നെ, പോളാർ സൊല്യൂട്ട്. ഓക്കെ ആണല്ലോ. ഇനി നോൺ പോളാർ സോൾവെന്റില് ആരാ? നോൺ പോളാർ സൊല്യൂട്ട്. നേരത്തെ കാര്യം തന്നെ, ഒരു മാറ്റമല്ലേ. ഇനി അടുത്ത് നമ്മൾ ടെമ്പറേച്ചർ പറയാൻ പോവാ. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഗ്യാസിനൊരു കഴിവുണ്ട്. ഞാൻ നിങ്ങളുടെ നമ്മൾ ഉത്സവപ്പറമ്പിൽ പോകുന്ന സമയത്തെ ബലൂൺ അല്ലേ? ബലൂൺ ബലൂൺ അറിയില്ലേ? നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന ബലൂൺ ഇല്ലേ? ആ ബലൂണിനകത്ത് നമുക്ക് എന്തുണ്ടടാ? ഗ്യാസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഗ്യാസ് ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? അതാണ്ടെ ഇവിടോട്ട് ഇത്തിരി ചൂട് കൊടുത്തടാ മക്കളെ. ഇവിടോട്ട് എന്ത് കൊടുത്തു? ചൂട് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ വെള്ളവും വെച്ച് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുവാണേ. ഈ ബലൂൺ എടുത്ത് ഞാൻ വെള്ളത്തിൽ, അതായത് മനസ്സിലാവാൻ വേണ്ടി പറയുവാന്നേ. എന്നിട്ട് അതിനകത്ത് ഗ്യാസ് നിറച്ചിട്ടുണ്ട്. ഇത് വാട്ടർ ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് തിളപ്പിച്ച്, അല്ലെ ഇവിടോട്ടൊരു ചൂട്, അല്ലെ ഇവിടോട്ട് ടെമ്പറേച്ചർ കൊടുത്തപ്പോ ഇതിനകത്തുള്ള ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഇതിനകത്ത് വന്ന് ലയിക്കുവോ? ലയിക്കുവോ? എടല്ല മക്കളെ, ലയിക്കുവോടാ? ബുദ്ധി പ്രയോഗിക്ക്, ഉണർന്ന് പ്രവർത്തിക്കും നിങ്ങള്. പോയ എല്ലാരും? എടാ അതായത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഗ്യാസിന്റെ സ്ട്രക്ചർ എങ്ങനെയാടാ? ഗ്യാസ് മോളിക്യൂൾ ഒരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. എന്നിട്ട് ഇവരെ കണ്ടെയ്നർ വെച്ച് ഞാൻ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇത് തുറക്കുവാ മക്കളെ. ഇനി അതോട് ഞാൻ ഇത് തുറക്കാൻ പോവാ. ഇത് ഞാൻ ഇങ്ങനെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഗ്യാസുകൾ എക്സ്പാൻഡ് ചെയ്ത് പോത്തില്ലേടാ? ഗ്യാസ്? മനസ്സിലായോ മക്കളെ? എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് പുറത്തോട്ട് വ്യാപിക്കില്ലേ? പുറത്തോട്ട് വ്യാപിച്ചു പോകത്തില്ലേ എന്നാ ഞാൻ അതായത് നമ്മുടെ സ്പ്രേ ഇല്ലേ? പെർഫ്യൂം സ്പ്രേ. അത് എയർ വരുന്നുണ്ടല്ലോ. പെർഫ്യൂം സ്പ്രേയിൽ നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്തെ അതിനെ നമുക്ക് തിരിച്ച് അതോടെ ആ കുപ്പിയിലോട്ട് കയറ്റാൻ പറ്റുമോ? അതാ ഇങ്ങോട്ട് പോയി അതിനെ പിടിച്ചിങ്ങനെ കയറ്റാൻ പറ്റുമോ എന്നാ ചോദിച്ചാൽ. തിരിച്ച് കയറ്റാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ നോക്കിക്കേ, ഇവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവർ തമ്മിൽ കൊളിഷൻ ഉണ്ടാകും. കൊളിഷൻ എന്ന് വെച്ചാൽ കൂട്ടിയിടികൾ ഉണ്ടാകും. ടെമ്പറേച്ചർ ഞാൻ ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഗ്യാസ് മോളിക്യൂൾസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂട്ടുന്നു. ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഇവരെ കൂട്ടിയിലുണ്ട്. ഇവരെ എക്സ്പാൻഡ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബലൂൺ ഒക്കെ വീർക്കില്ലേ? വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ബലൂൺ പൊട്ടിപ്പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലയോ? നമ്മളെ ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബലൂൺ എന്ത് ചെയ്യും? പൊട്ടിട്ട് ആ ഗ്യാസ് അങ്ങ് എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് പോകത്തില്ലേ മക്കളെ? അവിടെ സോളിബിലിറ്റി നടക്കും. അപ്പൊ ഇതിനെടുത്ത് നമുക്ക് ലയിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മനസ്സിലായോടാ പറഞ്ഞേ? അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കേണ്ട ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കണേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ
ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഗ്യാസിലാണേ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് സോലുബിലിറ്റി എന്ത് ചെയ്യും? കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകും. പിന്നീട് അവരെ ലയിക്കാൻ നമുക്ക് ഹൈഡ്രലിയൊക്കെ ലെഫ്റ്റ് ആയിട്ട് പോയോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവരെ നമുക്ക് ലിക്വിഡിലോട്ട് ലയിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സോലുബിലിറ്റി കൂടും. ഈ റിലേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അതായത് എക്സോതെർമിക് പ്രോസസ്സിൽ ഡെൽറ്റ എച്ച് ചേഞ്ച്, അതായത് എൻതാൽപി ചേഞ്ച് സീറോനേക്കാൾ ചെറുതായിരിക്കും എന്നാ പറയും. ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയെ. ഈ രണ്ട് കണ്ടീഷൻസ് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായോ മക്കളെ? മനസ്സിലായി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ആളാണ് സോലുബിലിറ്റി ഇൻ ഗ്യാസ്. സോലുബിലിറ്റിയില് എന്താ പ്രഷറിന്റെ കാര്യമാണ് പറഞ്ഞത്. പ്രഷറിന്റെ കാര്യം ഇനി ഞാൻ പറയാൻ പോടാ. നമ്മള് ശ്വസിക്കില്ലേ? നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന ആൾ ആരാടാ? നമ്മൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രീത്തിങ്ങിന് വേണ്ടി ഉള്ളിലോട്ട് എടുക്കുന്ന ആളാരാ? ഓക്സിജൻ. ഓക്സിജൻ. ഓക്കെ. നമ്മൾ പുറത്തോട്ട് വിടുന്ന ആളോ? ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്. എടാ നിങ്ങൾക്കറിയാം, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്കറിയാം ജലത്തിൽ എന്ത് ചെയ്യുന്നു? ലയിപ്പിക്കുന്നു. ജലത്തിൽ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്തിട്ടാണ് അല്ലെ ലയിപ്പിച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്? നമുക്ക് സോഡ വാട്ടർ ഉണ്ടാക്കുന്നതെന്ന് അറിയാലോ? സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് സംശയമുണ്ടോ? നമ്മുടെ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനാ? ജലത്തിലോട്ട് ആരെ ലയിപ്പിക്കുന്നു? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ലയിപ്പിച്ചിട്ടാണ് നമുക്ക് സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാണ്, നമ്മൾ എന്ത് ചെയ്തു? ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വന്നിട്ട് ആ പാത്രത്തിലോട്ട് ഞാൻ ഇങ്ങനെ ഊതുക. നമ്മൾ പുറത്തോട്ട് ഊതുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ വരുന്നത്? പുറത്തോട്ട് പോകുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ വരുന്നത്? അപ്പൊ നമുക്ക് സോഡ വാട്ടർ കിട്ടണ്ടേ? അവിടെ കിട്ടണ്ടേ? അല്ലേ? കിട്ടണം. പക്ഷെ അവിടെ കിട്ടുന്നുണ്ടോ? നമുക്ക് സോഡ വാട്ടർ നമ്മൾ വെള്ളത്തിനകത്തോട്ട് ചുമ്മാ ഊതി കഴിഞ്ഞാൽ നമുക്ക് സോഡ വാട്ടർ കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ടാണ് അവിടെ കിട്ടാത്തത്? അവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമേ അവിടെ എന്ത് കിട്ടത്തുള്ളൂ മക്കളെ? സോഡ വാട്ടർ കിട്ടത്തുള്ളൂ. അതെവിടെ? ഗ്യാസില്. അപ്പം ഗ്യാസിൽ ലിക്വിഡില് പ്രഷറിന് എന്തുണ്ട്? പ്രഷറിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഗ്യാസിന്റെ എന്ത് പ്രഷർ കൂടണമെങ്കിൽ പ്രഷർ കൂടുമ്പോൾ എന്തും കൂടും? സോലുബിലിറ്റിയും കൂടും. അതെ, സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസിങ് പ്രഷർ. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മുടെ പച്ചവെള്ളത്തിന് അതോട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ഊതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇട്ട് കഴിഞ്ഞാൽ അതെന്താകണമായിരുന്നു? സോഡ വാട്ടർ ആകാം. ഹൈ പ്രഷറിലല്ലേ മക്കളെ സോഡ വാട്ടർ എന്തിനകത്ത് മിക്സ് ചെയ്യുന്നത്? നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിനകത്തായാലും സോഡയിലായിട്ടായാലും മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പൊട്ടിക്കുമ്പം ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നേ? സോഡ പൊട്ടിച്ചിട്ടില്ലേ നിങ്ങള്? ഹൈ പ്രഷറിലായതുകൊണ്ടാണ്. അപ്പൊ ഹൈ പ്രഷറിൽ മാത്രമേ ഗ്യാസ് എവിടെ ലയിക്കത്തുള്ളൂ? നമ്മുടെ ലിക്വിഡ് ലയിക്കത്തുള്ളൂ. അപ്പം പ്രഷർ കൂടുമ്പോൾ സോലുബിലിറ്റിയും കൂടും. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഭാഗത്തോട്ട് പോവാണേ. ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്? ഒന്നുകൂടെ ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവാണ്. ഹെൻറീസ് ലോയിലോട്ട് പോവാണ് മക്കളെ. ഹെൻറീസ് ലോയിൽ പറഞ്ഞേക്കുന്നത് പ്രഷറും സോലുബിലിറ്റിയും, ഗ്യാസിൽ ലിക്വിഡിനകത്തുള്ള പ്രഷറും സോലുബിലിറ്റിയും തമ്മിലുള്ള റിലേഷനെ പറ്റി പറയുന്ന ഒരു ലോ ആണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്താ പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചാൽ, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്, ഇത് ശ്രദ്ധിച്ചു നോക്കണേ, സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് എബോവ് ദ ലിക്വിഡ്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ അതിനു മുന്നേ നമ്മൾ ഇവിടെ ഒരു ടേം പഠിച്ചു, പാർഷ്യൽ പ്രഷർ, വേപ്പർ പ്രഷർ. അങ്ങനത്തെ കുറച്ച് പ്രഷേഴ്സിന് നമ്മൾ അറിയണം. അതായത് നമ്മുടെ കയ്യിൽ ഒരു ലിക്വിഡ് ഉണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ കയ്യിൽ ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡ് എന്ത് ചെയ്യും? ഈ ലിക്വിഡിനകത്തൊരു പ്രഷർ ഉണ്ടാകും. ഈ ലിക്വിഡിനകത്തുള്ള എയറുകൾ എന്ത് ചെയ്യും? മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാകും? ഈ ലിക്വിഡിന് സ്വന്തമായിട്ടൊരു പ്രഷർ ഉണ്ടായിരിക്കുമല്ലോ. സ്വന്തമായിട്ടൊരു പ്രഷർ ഉണ്ടായിരിക്കും. ആ ഒരു പ്രഷർ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ എന്ന്. ഇനി വേപ്പർ പ്രഷർ ഉണ്ട്, അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. നോക്കിക്കേ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്, പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്? എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്? നമ്മുടെ എന്തിനാ? മോൾ ഫ്രാക്ഷൻ. നമ്മൾ ഓർമ്മയുണ്ടോ? നമ്മൾ എക്സ് എന്ന് പറഞ്ഞ സിമ്പൽ, അതിനെ കൈ എന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞത്. മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ആ ലോ ആണ് എന്തെന്ന് പറയുന്നത്?
നമ്മുടെ ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയിൽ നമ്മൾ ഈ ചിഹ്നം മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കും. ആ ഒരു കോൺസ്റ്റന്റ് നമ്മൾ KH എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനെ ഹെൻറി കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഹെൻറി കോൺസ്റ്റന്റിന്റെ വാല്യൂ ഓരോ ഗ്യാസിനും ഓരോ പോലെ ആയിരിക്കും, പല രീതിയിലായിരിക്കും. ഹയർ ദ വാല്യൂ ഓഫ് KH അറ്റ് എ ഗിവൺ പ്രഷർ the lower the solubility of gas in liquid. അതായത് KH വാല്യൂ കൂടുമ്പോൾ സോലിബിലിറ്റി എന്ത് ചെയ്യും? കുറയും എന്നാ പറയുന്നത്. KH വാല്യൂ കൂടുമ്പോൾ സോലിബിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയും എന്നാ പറയുന്നത്. സോലിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയും എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായോ? KH വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിലും ഗ്യാസുകൾക്ക് വേരി ചെയ്യും. KH വാല്യൂ കൂടുതലാണെങ്കിൽ സോലിബിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. എവിടെയാണ്? ഗ്യാസിൽ, ലിക്വിഡില്. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മൾ പറയാൻ പോവാണ്. ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ ദ ബോട്ടിൽ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. നമ്മളെ നമ്മുടെ സോഡാ കുപ്പിയൊക്കെ ഭയങ്കരമായിട്ട് അടച്ചു, അല്ലെ നമ്മൾ ഞാനൊരു സ്പ്രൈറ്റ് വാങ്ങിച്ചു. സ്പ്രൈറ്റ് വാങ്ങിച്ച് നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് ഷൂ എന്ന് പറഞ്ഞില്ലേ തുറന്നു പോകുന്നേ. എന്നിട്ട് ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ട് ഞാനിത് കുറച്ചു നേരം എന്ത് ചെയ്തേക്കാം? കുറച്ചു നേരം തുറന്നു വെച്ചേക്കാം. തുറന്നു വെക്കുമ്പോൾ അതിന്റെ ഗ്യാസ് പോയെന്ന് പറയത്തില്ല, അതിന്റെ ഗ്യാസ് അങ്ങ് പോകും. അപ്പം നമ്മൾ ഈ സോഡ വാട്ടർ ഹൈലി സീൽഡ് ചെയ്ത് വെക്കുന്നത്, എന്ന് വെച്ചാൽ മുറുക്കി അടച്ചു വെക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സോലിബിലിറ്റി കൂട്ടാൻ വേണ്ടി. എന്തിന്റെ സോലിബിലിറ്റി? കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട് മക്കളെ. നമ്മുടെ സ്ക്യൂബ ഡൈവേഴ്സ് അറിയാമോ നമുക്ക്? നമ്മൾ ഈ വെള്ളത്തിലൊക്കെ വീട് കഴിയുമ്പോൾ അവർ നമ്മൾ ഡൈവ് ചെയ്തിട്ട് അടുക്കുന്ന ആളില്ലേ സ്കൂബ ഡൈവേഴ്സ്, അവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഓക്സിജനും നൈട്രജനും എന്ത് ചെയ്യുന്നുണ്ട്? ഫില്ല് ചെയ്ത് ഇങ്ങനെയാണ്. സ്കൂബ ഡൈവേഴ്സിന്റെ ആപ്ലിക്കേഷനകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഹെൻറീസ് ലോ ഉണ്ട്. ഇനി ബെൻഡ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാൻ പോവാം മക്കളെ. ഈ സ്ക്യൂബ ഡൈവിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾ ഓക്സിജനും നൈട്രജനുമാണ്. ഓക്സിജനും നൈട്രജനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള എന്റെ ക്വസ്റ്റ്യൻ, ഇത് കടല്, നമ്മുടെ കടല. ഓക്കെ, ഇതാ മുകളിലോട്ട് പോകുക, അല്ലെ മല വരയ്ക്കാം. നമ്മൾ കുഞ്ഞുനാളിലെ ഇത് കടലാണ്, ഇത് ഇവിടെ മലയാണ്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ, കടലിന് താഴോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുമോ കുറയുമോ? പ്രഷർ എന്ത് ചെയ്യും മക്കളെ? ആഴം കൂടുന്തോറും പ്രഷർ എന്ത് ചെയ്യും? കൂടും. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം. പ്രഷർ കൂടും. ഓക്കെ ആണല്ലോ? ഇനി നമ്മളൊരു മല കയറുക, മലയുടെ മണ്ടയ്ക്കോട്ട് പോകുമ്പോ പ്രഷർ കൂടുമോ കുറയുമോ? മലയുടെ മുകളിലോട്ട് കയറുക നമ്മള്. പ്രഷർ എന്ത് ചെയ്യും മക്കളെ? പ്രഷർ കുറയും. കുറയും. കുറയുമല്ലേ? മനസ്സിലായില്ലേ പറഞ്ഞേ? ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ സ്ക്യൂബ ഡൈവേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. ഈ സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ ഡൈവ് ചെയ്യുന്ന സമയത്ത് അവര് പെട്ടെന്ന് മുങ്ങിയിട്ട് അവര് പതുക്കെ മാത്രമേ, സ്ലോവിലി മാത്രമേ അവർ പൊങ്ങാറുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നറിയാവോ? നോക്കിക്കേ, നമ്മൾ നേരത്തെ പഠിച്ചൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. നോക്കിക്കേ, പ്രഷർ കൂടും. നമ്മൾ സമുദ്രത്തിന് അടുത്തട്ടിലോട്ട് പോകുന്തോറും അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അവിടെ എന്തും കൂടുതലായിരിക്കും മക്കളെ. പ്രഷർ കൂടുമ്പോ എന്ത് കൂടുടാ മക്കളെ? സോലിബിലിറ്റി കൂടുമല്ലോ. അപ്പം നമുക്ക് പ്രഷർ കൂടുമ്പോ താഴോട്ട് എന്തില്ല? ഓക്സിജൻ ഇല്ല. നമ്മൾ ഈ ഓക്സിജനും നൈട്രജനും ഫില്ല് ചെയ്ത സാധനമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരുടെ തോളത്തൊരു സാധനം കാണത്തില്ലേ? ഒരു സിലിണ്ടർ പോലത്തെ ചെറിയൊരു സാധനം. അതിനകത്ത് ഓക്സിജന്റെയും നൈട്രജന്റെയും മിക്സ് ആണുള്ളത്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ മക്കളെ? ഈ പെട്ടെന്ന് പൊങ്ങുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? സർഫസിലോട്ട് വരുമല്ലേ? മുകളിലോട്ട് വരുമ്പോഴത്തോറും എന്ത് ചെയ്യുന്നു? പ്രഷർ കുറഞ്ഞു വരും. പ്രഷർ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഡിസോൾവ് ആയ ആളുകളുണ്ടല്ലോ, ഓക്സിജനും നൈട്രജനും, അവരെന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്ലഡിൽ ലയിക്കാതെ എന്ത് ചെയ്യും? കിടക്കും. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയുകയാണ്. അതായത് ഒരു കണ്ടീഷൻ പഠിച്ചു വെച്ചേക്കണം. നമ്മൾ സമുദ്രത്തിന് താഴോട്ട് പോകും തോറും നമുക്ക് എന്ത് കൂടും? പ്രഷർ കൂടുന്നു, സോലിബിലിറ്റി കൂടുന്നു. നമ്മൾ ഒരു മലമഴയുടെ മണ്ടയ്ക്കോട്ട് കയറുമ്പോൾ പ്രഷർ കുറയുകയാണ്, സോലിബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് കണ്ടീഷൻ ഓർത്ത് വെക്കുക. ഇനി സ്ക്യൂബ ഡൈവേഴ്സ് പോകുമ്പോൾ അവർ ശ്വസിക്കാൻ കൊണ്ടുപോകുന്ന ഒരു സിലിണ്ടറിനകത്ത് നൈട്രജനും ഉണ്ടായിരിക്കും, ഓക്സിജനും ഉണ്ടായിരിക്കും. അപ്പൊ ഇവർ ഡൈവ് ചെയ്യുന്ന സമയത്ത്, താഴോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? പ്രഷർ കൂടുന്നു. അപ്പം ഇവരുടെ ഈ ഓക്സിജൻ സിലിണ്ടറിനകത്തുനിന്ന് വരുന്ന ഓക്സിജനും നൈട്രജനും പെട്ടെന്ന് തന്നെ ബോഡിയിലെ ബ്ലഡുമായിട്ട് ഡിസോൾവ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ശ്വസിക്കാൻ പറ്റുന്നു.
പക്ഷെ ഇവർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡൈവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവർ പൊങ്ങുവാണെങ്കിൽ പെട്ടെന്ന് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ എന്ത് ചെയ്യും? ഗ്രാജുവലി കുറയുന്നു. അപ്പൊ ഈ ബ്ലഡിലോട്ട് അകത്തോട്ട് നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് കയറിയ ഓക്സിജൻ നൈട്രോജൻ ഉണ്ടല്ലോ, അവർ സോളുബിൾ അല്ലാതാകും. സോളുബിൾ അല്ലാതായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ബ്ലഡില് നൈട്രജൻ ബബിൾസ് ഉണ്ടാകും. ആ ഉണ്ടാകുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബെൻഡ്. മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ ഒന്ന് പറയടാ, മനസ്സിലായോ ഇല്ലയോ എന്ന്. മനസ്സിലായി. ഓക്കെ. അപ്പം ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇത്ര പെർസെന്റേജ് ഹീലിയം കൂടി എന്ത് ചെയ്യുന്നു ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇത് നിങ്ങൾ സ്ക്യൂബ ഡൈവേഴ്സിന്റെ ആ സിലിണ്ടറിലുള്ള ആളുകളാണ് ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ. ഓക്കെ ആണല്ലോ. അപ്പൊ സമുദ്രത്തിന് താഴോട്ട് പോകുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? മല കയറാൻ പോവാ. എടാ നമ്മളിങ്ങനെ മല കയറി പോവാ. മല കയറി ഇങ്ങനെ പോകുമ്പോ പ്രഷർ എന്ത് ചെയ്യുക? കുറയുക ചെയ്യുന്നത്. പ്രഷർ കുറയുന്ന സമയത്ത് നമ്മുടെ ഓക്സിജൻ എന്ത് ചെയ്യത്തില്ല? നമ്മുടെ ബോഡിയിൽ എന്താകത്തില്ല? നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ഡിസോൾവ് ആയിട്ടല്ലേ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നേ? നമ്മുടെ ഓരോ അവയവങ്ങളിൽ എത്തുന്നത് ബ്ലഡ് അല്ലേ കൊണ്ടെത്തിക്കുന്നേ? അപ്പൊ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എന്ത് കുറവാണ്? പ്രഷർ കുറവാണ്. പ്രഷർ കുറവാകുമ്പോൾ ഓക്സിജന്റെ സോലിബിലിറ്റി ഇൻ ബ്ലഡിലെ ഓക്സിജന്റെ സോലിബിലിറ്റി കുറയുന്നു. ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് അനോക്സിയ. ഓക്കെ ആണല്ലോ. അപ്പൊ ബെൻഡ് എന്തുവാന്നും അനോക്സിയ എന്തുവാന്നും മനസ്സിലായല്ലോ. മനസ്സിലായല്ലോ. ഇനി അടുത്ത കാര്യത്തിലോട്ട് പോവാണെങ്കിൽ മക്കളെ, വേപ്പർ പ്രഷറിലോട്ട് നമ്മൾ പോവാം. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ മക്കളെ? വേപ്പർ പ്രഷർ എന്താന്ന് പറയാൻ പോവാണ്. നോക്കിക്കോണം. ഞാൻ ഇവിടെ ഒരു എന്തെടുത്തു? ഇവിടെ ലിക്വിഡ് എടുത്തു. ഒരു ലിക്വിഡ് എടുത്തു ഞാൻ. അല്ലെ ഒരു ഗ്യാസോ ലിക്വിഡോ എന്തെങ്കിലും ഞാൻ എടുത്തു. ഒരു ക്ലോസ് കണ്ടെയ്നറിൽ കുറച്ച് മോളിക്യൂൾസ് എന്തെങ്കിലും എടുത്തു. ഇതിലെടുത്ത സമയത്ത് ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യും? വേപ്പറായി മുകളിലോട്ട് പോകാൻ ശ്രമിക്കുമല്ലോ. വേപ്പറായി, ഇതെല്ലാം അസ്യൂം ചെയ്താണ്, വേപ്പറായി മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഇവരെല്ലാം എന്ത് ചെയ്യും? തങ്ങി നിൽക്കും, ഈ മോളിക്യൂൾസ് എല്ലാം. അത് തങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എയർ എന്ത് ചെയ്യും? ഇങ്ങോട്ടൊരു ബലം പ്രയോഗിക്കും. അറ്റ്മോസ്ഫിയറിൽ എയർ എന്ത് ചെയ്യും? ഇങ്ങോട്ടൊരു ബലം പ്രയോഗിക്കും. ഇന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. ഓക്കെ ആണല്ലോ. When a liquid in a closed container, some molecule at the surface escape into the air as vapor. The pressure exerted by these vapor molecule at equilibrium is called vapor pressure. ഈ വേപ്പർ പ്രഷറിന്റെ എന്തൊന്നും ചോദിക്കത്തില്ല, എന്താണ് വേപ്പർ പ്രഷർ ഒന്നും ചോദിക്കത്തില്ല. അതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും മാത്രമേ ചോദിക്കത്തുള്ളൂ. എഫക്ട് ഓഫ് ടെമ്പറേച്ചറെ പറ്റി പറയുക. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എക്സ്പാൻഷൻ നടക്കും നമ്മൾ പറഞ്ഞില്ലേ, വേപ്പർ പ്രഷറും കൂടും. ഇത് പഠിച്ചു വെക്കണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടുന്നു? വേപ്പർ പ്രഷറും കൂടുന്നു. മുകളിലോട്ടുള്ള ആ വേപ്പർ പ്രഷറും ഇങ്ങോട്ടുള്ള ആളുകൾ കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വേപ്പർ പ്രഷറും എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പം ഈ പാർഷ്യൽ വേപ്പർ പ്രഷർ, ഇപ്പൊ നമ്മൾ രണ്ട് കമ്പോണൻസ് എടുത്ത് നിൽക്കട്ടെ. എന്റെ ഈ രണ്ട് കമ്പോണൻസ് ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു കമ്പോണന്റും ബി എന്ന് പറഞ്ഞൊരു കമ്പോണന്റും. അപ്പൊ എ എന്ന് പറയുന്ന കമ്പോണന്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ബി എന്ന് പറയുന്ന കമ്പോണന്റ് ഇവിടെ മിക്സ് ചെയ്തു. എ ബി കമ്പോണന്റ് മിക്സ് ചെയ്തു. അപ്പം അതിനകത്ത് എയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് എന്തിനാണ്? മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എവിടെയാ? ഈ ലിക്വിഡ് ഫേസിൽ. അപ്പം എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ അതിന്റെ മോൾ ഫ്രാക്ഷന്, പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് എ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ആ ഇക്വേഷൻ ആണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. ഇനി അടുത്തത് ബിയുടെ എന്തായിരിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്തിനായിരിക്കും? മോൾ ഫ്രാക്ഷൻ ഓഫ് ബിക്ക് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അത് ഒരുപാടുണ്ട്. അതൊന്നും വേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമുക്കറിയാം ഓരോ ലിക്വിഡിനും പാർഷ്യൽ പ്രഷർ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ രണ്ട് ലിക്വിഡ്സ് തമ്മിൽ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുന്നപ്പോൾ എയുടെ പാർഷ്യൽ പ്രഷർ എയുടെ മോൾ ഫ്രാക്ഷനും ബിയുടെ പാർഷ്യൽ പ്രഷർ ബിയുടെ മോൾ ഫ്രാക്ഷനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ലിക്വിഡ് സൊല്യൂഷൻ, രണ്ടും ലിക്വിഡ് സൊല്യൂഷൻ എടുത്തു. രണ്ട് ലിക്വിഡ് സൊല്യൂഷൻ ഞാൻ എടുത്തു. അതായത് ഒരു കണ്ടെയ്നർ വരച്ചു. അതിൽ എ എന്ന് പറയുന്ന ലിക്വിഡ് ഉണ്ട്, അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ലിക്വിഡ് ഉണ്ട്. എ എന്ന് പറയുന്ന ലിക്വിഡ് ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്? ബി എന്ന് പറയുന്ന ലിക്വിഡ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ അറിയായിരുന്നു എയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ആ ഒരു ചിഹ്നം ഇല്ലാതെ നേരത്തെ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷന്റെ ഈ
പ്രപ്പോർഷണൽ ചിഹ്നം മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഗുണിക്കുന്നു. P0A ആണ് കയ്യെ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണ്. ഇങ്ങനെ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻ, വേണ്ടുന്ന ഇക്വേഷൻ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ കേട്ടോ. നോക്കിക്കേ, അപ്പം ഒരാളുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് P0A കയ്യെ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ്. എയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് A0, അതായത് കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. അടുത്തത് ബിയുടെ നോക്കിക്കേ, ബിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ P0B ഇൻറ്റു കൈ ബി. ഇതാ നോക്കിക്കേ, P0Aയും P0B എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്. നമ്മുടെ എയും ബിയും മിക്സ് ചെയ്യുന്നതിന് മുന്നേ അവർക്കൊരു വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കുമല്ലോ, അതാണ് ആ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളവിടെ കൊടുത്തേക്കുന്നത്. ഇക്വേഷൻസ് മാത്രം മതി മക്കളെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നോക്കിക്കേ, ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ ഒരു സൊല്യൂഷനകത്തുള്ള ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തുവായിരിക്കും? PAയുടെയും അതേപോലെ PBയുടെയും, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് A പ്ലസ് പാർഷ്യൽ പ്രഷർ B ആയിരിക്കുമല്ലോ മക്കളെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ ദാണ്ട ഈ ഒരു ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഇത് ഡിറൈവ് ചെയ്യുന്നൊന്നും പഠിക്കണ്ട, ഈ ഒരു ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം. റിലേഷൻഷിപ്പ് ചോദിക്കും നമുക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ ഇക്വേഷൻ രണ്ട് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് P എന്ന് പറഞ്ഞ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ആണ്. P0A P0B എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് A ആൻഡ് B. കൈ B മോൾ ഫ്രാക്ഷൻ ഓഫ് എയും മോൾ ഫ്രാക്ഷൻ ഓഫ് ബിയും ആണ്. ഇനി നമ്മൾ അടുത്തൊരു ലോയിലോട്ട് പോവാണ്. റൗൾട്ട്സ് ലോ എന്നാണ് അതിന്റെ പേര്. റൗൾട്ട്സ് ലോ എന്താ പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, partial pressure of each component in an ideal solution is directly proportional to its mole fraction. പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ്, അതിന്റെ ഒരു ഐഡിയൽ സൊല്യൂഷന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിക്കേ, സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ. മക്കളെ, സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് സോല്യൂട്ടും അതേപോലെ ആര് സോൾവെന്റ് എന്ന് പറയുന്നത് സൊല്യൂഷനും ആയിരിക്കും. സോൾവെന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? സൊല്യൂഷനും ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇപ്പൊ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ പറയുന്നത്, അല്ല എന്താ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് തോന്നും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇവിടുത്തെ പേരുകളെല്ലാം ശ്രദ്ധിക്കുക. നമുക്ക് തിരിഞ്ഞു സോളിഡ്, സൊല്യൂട്ട്, സോൾവെന്റ് എല്ലാം ഒരേപോലെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തിരിഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെ തിരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഒന്ന് PDF വായിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. കാരണം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, കുറച്ച് പറഞ്ഞ് തന്നു പോകാനും കുറെ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. അതാണ്ട് ഈ റിയാക്ഷൻസ് ഒക്കെ ഒരുപാട് ഡെറിവേഷൻ ആത്തുന്നാ മതി. നമുക്ക് ആ റിലേഷൻ മാത്രം മതി, നമുക്ക് ഡെറിവേഷൻസ് ഒന്നും വേണ്ട. നമുക്ക് ഡെറിവേഷൻ ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, എക്സാമിന് വരില്ല നമുക്ക്. നോക്കിക്കേ, വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഡിക്രീസ് ആ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ഡിക്രീസ്. ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചേക്കണം. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂഷൻ ഡിക്രീസ്. ഓക്കെ. ഇനി P ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ സോൾഡ് ലിക്വിഡും എടുക്കുന്ന സമയത്ത്, ഇപ്പൊ സോൾഡും ലിക്വിഡും അതിനകത്ത് ഒരാൾ വോളറ്റൈൽ നേച്ചർ ആയിരിക്കും, ഒരാൾ വോളറ്റൈൽ നേച്ചറും മറ്റൊരാൾ എന്തായിരിക്കും? നോൺ വോളറ്റൈൽ നേച്ചറും ആയിരിക്കും. ഒരാൾ വോളറ്റൈലും ഒരാൾ നോൺ വോളറ്റൈലും ആയിരിക്കും. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് ഇവിടെ ഉള്ളത്. അതായത് ഇവർക്ക് എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ആളുകൾക്ക്. വോളറ്റൈൽ ഉള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പാർഷ്യൽ പ്രഷർ എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരുടെയും കൂടെ കൂട്ടിയാണല്ലോ പാർഷ്യൽ പ്രഷർ നേരത്തെ എടുത്തത്. പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു? P ടോട്ടൽ ഈസ് ഈക്വൽ ടു PA പ്ലസ് PB എന്നല്ലേ നമ്മൾ എടുത്തത്. അപ്പൊ ഇവിടെ നോൺ വോളറ്റൈൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിക്ക് എന്തുണ്ടാകില്ല? പാർഷ്യൽ പ്രഷർ 0 ആയിരിക്കും. അപ്പൊ PBയുടെ പാർഷ്യൽ പ്രഷർ എന്താ? ഇവിടെ 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, P ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്താ? PA എന്ന് നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്. PA ഈസ് ഈക്വൽ ടു എന്തുവായിരുന്നു? P0A മോൾ ഫ്രാക്ഷൻ ഓഫ് A. ഓക്കെ ആണല്ലോ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ആ റിലേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ പഠിക്കണം. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് എസെൻഷ്യലി ഡ്യൂ ടു ദ വോളറ്റൈൽ സോൾവെന്റ്. വോളറ്റൈൽ സോൾവെന്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ കൂട്ടത്തുള്ളൂ. ഇനി
ഇനി ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാരും ഇവിടെ ഉണ്ടോടാ മക്കളെ? എല്ലാരും ഉണ്ടോടാ? എടാ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എവിടെങ്കിലുമൊക്കെ? എടാ മക്കളെ മനസ്സിലാവുന്നുണ്ട്. ആ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡ്രൈ ഏരിയ, നമുക്ക് ഈ സോൾവെന്റ്, സൊല്യൂഷൻ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, ഇക്വേഷൻസ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കേ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു റിലേഷൻ കണ്ടോടാ, ഈ റിലേഷൻ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റിലേഷൻ, ഈ റിലേഷൻ, ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രോബ്ലങ്ങൾ ഡെറൈവ് ചെയ്തെടുക്കത്തില്ലേ? നമ്മുടെ ഫിസിക്സിനകത്തും കെമിസ്ട്രിക്കകത്തൊക്കെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കത്തില്ല. അങ്ങനെ ഡെറൈവ് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണിത്. നമുക്ക് അതിന്റെ ഡെറൈവ് ചെയ്തിട്ടുള്ള ലാസ്റ്റത്തുള്ള റിസൾട്ട് മാത്രമേ ഞാൻ ഇവിടെ പറയും. നമുക്ക് ഡെറിവേഷൻസ് ഒന്നും വേണ്ട. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇത് മാത്രമേ നിങ്ങളത് കാണാതെ പഠിക്കുക എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ശ്രദ്ധിച്ചിരിക്കുക, വീണ്ടും മനസ്സിലാവാത്തവർ പോയി ക്ലാസ് കാണണം കേട്ടോ. മാക്സിമം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ അടുത്ത്. നമുക്ക് എല്ലാം കൂടെ പറഞ്ഞു പോകാൻ, എല്ലാം കൂടെ വേണ്ടടാ, അതുകൊണ്ടാ പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എല്ലാം കൂടെ നമുക്ക് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ടൈമും പോവും. നിങ്ങൾക്ക് ഏതാ പഠിക്കണ്ടേ ഏതാ പഠിക്കേണ്ടാതെ നിങ്ങൾക്ക് മനസ്സിലാവത്തുമില്ല. ഇനി നമ്മൾ 2 ലോകൾ പഠിച്ചു. ഏതൊക്കെ ലോ ആയിരുന്നു? റോൾസ് ലോയും പഠിച്ചു, അതേപോലെ ഹെൻറീസ് ലോയും പഠിച്ചു. അപ്പൊ റോൾസ് ലോയുടെ ഇക്വേഷൻ ആണ് പി എ ഇസ് ഈക്വൽ ടു പി നോട്ട് എ കൈ എ. ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ ആയിരുന്നു പി ഇസ് ഈക്വൽ ടു കെ എച്ച് എക്സ്. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഈ ഹെൻറീസ് ലോയുടെ, അതായത് ഈ ഇങ്ങനൊരു ഇക്വേഷൻ വരണമെങ്കിൽ പി നോട്ട് എ ഇസ് ഈക്വൽ ടു കെ എച്ച്, പി നോട്ട് എ ഇസ് ഈക്വൽ ടു കെ എച്ച്, ഇതാണ്ട് പി നോട്ട് എ ഇസ് ഈക്വൽ ടു കെ എച്ച് എന്ന് വരണമെങ്കിൽ നമ്മുടെ ഈ റൗൾസ് ലോയും അതേപോലെ തന്നെ ഏതാ നമ്മുടെ ഹെൻറീസ് ലോയും ഈക്വൽ ആയിരിക്കണം. റൗൾസ് ലോ ഈക്വൽ ടു എന്തായിരിക്കണം? ഹെൻറീസ് ലോ ആയിരിക്കണം. അങ്ങനത്തെ കണ്ടീഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? പി എ ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഇസ് ഈക്വൽ ടു എന്ത് വരുന്നത്? കെ എച്ച് എന്ന് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇതിനകത്തും കുറച്ച് കാര്യങ്ങൾ കാണാതെ മാത്രം നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കണ്ടിട്ട് നോട്ട് കിട്ടുമ്പം നിങ്ങൾ ഒരു പേപ്പർ എടുത്ത്, ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുത്ത് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സൈഡിൽ ഈ കണ്ടീഷൻസ് ഒന്ന് എഴുതി വെച്ചേക്കണം. അപ്പൊ നമ്മുടെ അതിന് പെട്ടെന്ന് ഇത് പോകത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിക്കേ, ഇനി നമ്മൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നമ്മൾ എവിടെ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള കാര്യം നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, അതിനെ പോലെ ഇരിക്കുന്ന ഒരാളാണ് ഐഡിയൽ സൊല്യൂഷൻ. അവിടെ നമ്മൾ പഠിച്ചു തരായിരുന്നു ഐഡിയൽ ഗ്യാസിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്തുവാ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോടാ മക്കളെ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. പി വി എന്ന് പറഞ്ഞാൽ പി എന്താണ്? പ്രഷർ, വി എന്ന് പറയുന്നത് വോളിയം, എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ്, എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ്, ആർ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ജസ്റ്റ് ഇത് ഇവിടുത്തെ കാര്യമല്ല, പറഞ്ഞതേ ഉള്ളേ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആൻഡ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ? ഇത് ഐഡിയൽ ഗ്യാസിന്റെ കണ്ടീഷൻ. ഞാൻ ഐഡിയൽ ഗ്യാസ് ഓർമ്മ വന്നപ്പോ ഞാൻ അങ്ങ് പറഞ്ഞുള്ള ഇക്വേഷൻസ് കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ഐഡിയൽ സൊല്യൂഷനിലോട്ട് പോകുവാണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ ദാറ്റ് ഒബേ റൗൾസ് ലോ ഓവർ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. എല്ലാ കോൺസെൻട്രേഷനിലും നമ്മളിപ്പോ 2 ഗ്രാം എടുത്തിട്ട് കൊടുത്തു, അല്ലെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി എല്ലാ കോൺസെൻട്രേഷനും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ ആകാനുള്ള കണ്ടീഷൻസിനകത്ത് ഒന്നാമത്തെ കണ്ടീഷനാണ് ഇതായത് പി എ ഇസ് ഈക്വൽ ടു പി നോട്ട് എ കൈ എ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇത് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പി ബി ഇസ് ഈക്വൽ ടു പി നോട്ട് ബി. ഈ പി ബി പി എ എന്തോന്ന് മനസ്സിലായോ? നമ്മൾ 2 സൊല്യൂഷൻസിന്, 2 ആളുകളെ എയും ബി എന്ന് പറഞ്ഞ 2 കമ്പോണന്റ് ഉണ്ട്. എ കോമ ബി എന്ന് പറയുന്ന കമ്പോണന്റ്, എയും ബി എന്ന് പറയുന്ന 2 കമ്പോണന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ. പി എന്ന് പറയുന്നത് എയുടെ പാർഷ്യൽ പ്രഷർ, പി ബി എന്ന് പറയുന്നത് ബിയുടെ പാർഷ്യൽ പ്രഷർ ആണ്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ
PB is equal to PB naught A, P is equal to PA plus PB. അതേപോലെ ഡെൽറ്റ എച്ച് മിക്സ്, അതായത് എൻതാൽപി ചേഞ്ച് 0 ആയിരിക്കണം. അതായത് നോ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. അതായത് നമ്മൾ ഈ രണ്ട് എയും ബിയും മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ പറഞ്ഞില്ലേ, എ ബി ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ എന്തുണ്ടാകരുത്? ഹീറ്റിന്റെ അബ്സോർബ് ഉണ്ടാകരുത്, അതേപോലെ എന്തും ഉണ്ടാകരുത്? ഹീറ്റിന്റെ റിലീസും ഉണ്ടാകരുത്. അപ്പം ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? H2 മൈനസ് H1 ആണ്. അതാ ഹീറ്റ് സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ആണ്, ചേഞ്ച് ആണ്. അപ്പം ഈ ചേഞ്ച് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അബ്സോർപ്ഷനോ അതേപോലെ റിലീസോ നടക്കുന്നില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൊല്യൂഷൻ നമ്മൾ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെ രണ്ട് കമ്പോണൻസ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വോളിയം മിക്സ് 0 ആയിരിക്കും. വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും രണ്ടുപേരുടെയും. അപ്പൊ എന്തുണ്ടാകത്തില്ല? ഇപ്പം ആദ്യത്തെ വോളിയം 2 ലിറ്ററും രണ്ടാമത്തെ വോളിയം 2 ലിറ്ററും ആകുമ്പോൾ 0 വരത്തില്ലേ? അവരുടെ വോളിയം എന്തായിരിക്കണം? 0 ആയിരിക്കണം. പിന്നെ അടുത്തൊരു കണ്ടീഷൻ ആണ് മക്കളെ, നോക്കിക്കോണം. ഞാൻ എയും ബിയും കൂടെ മിക്സ് ചെയ്യുവാണ്. എയും ബിയുടെ മിക്സ് ചെയ്തു. എയും അതേപോലെ ബിനെയും കൂടെ ഞാൻ എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. എയും ബിയെ ഞാൻ എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഈ മോളിക്യൂൾസ് തമ്മിൽ പലതരത്തിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാകാം. എയും ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം, എയും ബിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, ബിയും ബിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഒരാൾ വോളറ്റൈലും ഒരാൾ നോൺ വോളറ്റൈലും ആയിരിക്കും. അപ്പൊ വോളറ്റൈൽ ആയിട്ടുള്ള എ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഇതിന്റെ എൻഡിലായിട്ട് വന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ നമ്മുടെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ഇവരുടെ ഇടയ്ക്കായിട്ട് കയറി VB ഇന്ററാക്ഷൻസ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഇത്ര ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് എ ഇന്ററാക്ഷൻ, BB ഇന്ററാക്ഷൻ, AB ഇന്ററാക്ഷൻസ് ഈക്വൽ ആയിരിക്കും. എവിടെയെന്ന് ചോദിച്ചാൽ ഐഡിയൽ സൊല്യൂഷനകത്ത്. അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ നമ്പർ 1, then condition number 2, condition number 3, condition number 4, 5, 6. ഇത്രയും കണ്ടീഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താണ്? ഐഡിയൽ ഗ്യാസ് ആണ്, ഐഡിയൽ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറയുന്നു. ഇനി ഒരെണ്ണം പഠിച്ചാൽ മതി. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോക്കിക്കേ, ഇതെല്ലാം നോട്ട് ഈക്വൽറ്റി വരും. ഡെൽറ്റ എക്സ് എച്ച് മിക്സ് നോട്ട് ഈക്വൽറ്റി വരും, ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽറ്റി വരും. ഓക്കെ ആണല്ലോ? അപ്പം ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ പഠിച്ചു വെക്കുക. ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ. എന്ത് ഒബേ ചെയ്തില്ല? റോൾസ് ലോ എന്ത് ചെയ്യുന്നില്ല? ഒബേ ചെയ്യുന്നില്ല. കണ്ടീഷൻസ് മൊത്തം പഠിച്ചു വെക്കണം, മറന്നു പോവരുത്, പരീക്ഷയ്ക്ക് ചോദിക്കും. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോ പോസിറ്റീവ് ഓർ നെഗറ്റീവ് റേഡിയേഷൻ. നമുക്കതൊന്നും ഇവിടെ പഠിക്കാനില്ല. നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് പോസിറ്റീവിലോട്ടും നെഗറ്റീവിലോട്ടും ഒക്കെ ഡീവിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഡീവിയേഷൻസ് ഉണ്ടാകും. ഗ്രാഫ് നമുക്ക് വേണ്ട. അങ്ങനെ ഡീവിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ത് കാണിക്കുന്നുണ്ട്? പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. എവിടുന്ന്? റൗൾസ് ലോയിൽ നിന്നും. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മോളിക്യൂളിലെ നമ്മൾ മിക്സ് ചെയ്യുന്ന മോളിക്യൂളിൽ എന്തൊക്കെ ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു? എ ഇന്ററാക്ഷനും ഉണ്ട്, അതേപോലെ എന്ത് ഇന്ററാക്ഷനും ഉണ്ട്? BB ഇന്ററാക്ഷൻസും ഉണ്ട്. എ ഇന്ററാക്ഷൻസും ഉണ്ട്. BB ഇന്ററാക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ എന്തായിരിക്കും? AB ഇന്ററാക്ഷൻ. AB ഇന്ററാക്ഷനേക്കാൾ സ്ട്രോങ്ങർ ആയിരിക്കും എ ഇന്ററാക്ഷനും BB ഇന്ററാക്ഷൻസും. ദിസ് ലീഡ് ടു വീക്കർ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് സൊല്യൂഷൻ, allowing molecule to escape more easily to vapor phase. അപ്പൊ ഇവിടുത്തെ AB ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്, AB ഇന്ററാക്ഷൻ വീക്കർ ആയതുകൊണ്ട്, AB ഇന്ററാക്ഷൻ എന്താ? വീക്കർ ആയതുകൊണ്ട് എന്തുണ്ടാകില്ല, ഇവരെ നമ്മൾ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നില്ല. ഇവിടുത്തെ ഈ ആളുകളുണ്ടല്ലോ, ഇവിടുത്തെ AB അതേപോലെ തന്നെ BB, ഇവരെന്ത് ചെയ്യും? ഇവർ സ്ട്രോങ്ങർ അല്ലാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യും? പെട്ടെന്ന് എസ്കേപ്പ് ആയിട്ട് വേപ്പർ ആയിട്ട് മാറാൻ സഹായിക്കുന്നു. Therefore, the vapor pressure of each component and total vapor pressure are higher than predicted by Raoult's law.
അപ്പൊ ഒന്നാമത്തെ പോസിറ്റീവ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം പഠിച്ചാൽ മതി. എന്താണ് എ ഇൻട്രാക്ഷനും ബി ഇൻട്രാക്ഷനും എന്തിനേക്കാൾ വീക്കർ ആണെന്നാ പറഞ്ഞത്, AB ഇൻട്രാക്ഷനേക്കാൾ വീക്കർ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. എ ഇൻട്രാക്ഷൻ ബി ഇൻട്രാക്ഷൻ വീക്കർ ദാൻ AB ഇൻട്രാക്ഷൻസ്. ഓക്കെ ആണല്ലോ. ഒന്ന് സ്ട്രോങ്ങറും ഒന്ന് വീക്കറുമാണ്, പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ? ഇവർക്ക് എന്തായിരിക്കും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹാർഡർ ഫോർ മോളിക്യൂൾ ടു എസ്കേപ്പ് ഫ്രം വേപ്പർ ഫേസ്. വേപ്പർ ഫേസിലോട്ട് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അസിയോട്രോപ്പ് എന്ന് പറഞ്ഞൊരു ടേംസ്, ഇത്രയും പറയുന്നത് മനസ്സിലായോടാ മക്കളെ? മനസ്സിലായോടാ? ഇപ്പൊ തീരുവടാ? മനസ്സിലായോടാ? ഇത് ഇത്രയും ഒരു ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടോ എന്നുള്ള ഡൗട്ടാണ് എനിക്ക്. പക്ഷെ കുറച്ച് ഒരു എന്താ ഒരു വല്ലാത്തൊരു ടോപ്പിക്കാണ് ഇത്. വല്ലാത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കിനകത്ത് എക്സാംസിന് നമുക്കിനകത്ത് ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയിൽ നിന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണാതെ പഠിക്കാൻ പറ്റത്തില്ലടാ. മനസ്സിലാക്കി തന്നെ വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം? റിപ്പീറ്റ് അടിച്ച് എന്ത് ചെയ്യണം? ക്ലാസ് കേൾക്കണം. ഇന്ന് തന്നെ ഇത് വായിക്കുകയും വേണം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് പോവും. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് മക്കളെ, അസിയോട്രോപ്പ് എന്ന് പറയുന്ന ഒരു ടേമാണ്. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബൈനറി സൊല്യൂഷൻസ്. ബൈനറി സൊല്യൂഷൻസ് രണ്ട് സൊല്യൂഷൻസ്. ഒരു ബൈനറി മിക്സ്ചർ ഞാൻ എടുത്തു. എന്നിട്ട് അവർ എന്ത് ചെയ്തു? സെയിം കോമ്പോസിഷനിൽ ഞാൻ എന്ത് ചെയ്തു? ലിക്വിഡും വേപ്പർ ഫേസിലോട്ട് എന്ത് ചെയ്തു? ബോയിൽ ചെയ്തിട്ട് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്തു? ബോയിൽ ചെയ്തു. ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവർ രണ്ടുപേരും എന്ത് സംഭവിക്കത്തില്ല മക്കളെ? ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. രണ്ടുപേരും ഒരേ ടെമ്പറേച്ചറിൽ ഒരേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് എല്ലാം സെയിം ആണ്, എല്ലാ കമ്പോണൻസും സെയിം ആണ്. അവരെ നമുക്ക് ഭയങ്കരമായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അതിന്റെ എക്സാമ്പിൾ ആണ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. 68% ഓഫ് നൈട്രിക് ആസിഡും 32% ഓഫ് വാട്ടറുടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ ഓടിച്ച് പറയാണ്. നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. സൊല്യൂഷനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സൊല്യൂട്ടിന്റെ സോൾവെന്റിന്റെയും ക്യാരക്ടർ അനുസരിച്ച് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, ഗേഷ്യസ് സൊല്യൂഷൻ. അതിന് എക്സാമ്പിൾസ് ആരാണ് സൊല്യൂട്ട്, ആരാണ് സോൾവെന്റ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ മാക്സിമം കോൺസെൻട്രേഷൻ ആണ്, എന്ന് വെച്ചാൽ മാക്സിമം സൊല്യൂട്ട് അതിനകത്ത് ഉണ്ടെന്നാണ് അർത്ഥം. അൺസാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ആകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കണ്ടീഷൻ. അതിനകത്ത് കുറച്ച് എമൗണ്ട് മാത്രമേ ഉണ്ട്. ഇനിയും ലയിക്കാം, ഇനിയും എന്തുണ്ടാകാം? സാൾട്ടിനെ നമുക്ക് ആഡ് ചെയ്യാം. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇനി സൊല്യൂഷനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ചൂടാക്കി നമ്മൾ മാക്സിമം ആക്കി വെച്ചേക്കുവാണ്. ഈ സോളിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആകുന്നതിന് നമ്മൾ സോളിബിലിറ്റി എന്ന് പറയുന്നത്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവന്റും ചേർന്ന് സൊല്യൂഷൻ ആകുന്നു. ക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷൻ വീണ്ടും എന്തായിട്ട് മാറുന്നു? സൊല്യൂട്ടും സോൾവന്റുമായിട്ട് മാറുന്നു. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇത് ഡൈനാമിക് ഇക്വിലിബ്രിയം ആണ്. ഡിസൊല്യൂഷനും അതേപോലെ ഡിസൊല്യൂഷനും ഡിസൊല്യൂഷനും അതേപോലെ തന്നെ ക്രിസ്റ്റലൈസേഷനും എന്താകുന്നു? ഡിസൊല്യൂഷൻ ഈക്വൽ ടു എന്താണ്? ക്രിസ്റ്റലൈസേഷൻ ആണ് എന്ത്? നമ്മുടെ ഡൈനാമിക് ഇക്വിലിബ്രിയം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യം ഫാക്ടർ അഫക്റ്റിംഗ് സോളിബിലിറ്റി. നേച്ചർ സോൾവെന്റ് ഉണ്ട്. പോളാർ സോൾവെന്റ്, പോളാർ സോൾവെന്റിൽ ആരിലേക്കും? പോളാർ സൊല്യൂട്ട് ലയിക്കുന്നു. നോൺ പോളാർ സോൾവെന്റ് നോൺ പോളാർ സൊല്യൂട്ടിലായിരിക്കും ലയിക്കുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷനകത്ത് എവിടെയാ? സോളിഡ് ഇൻ ലിക്വിഡിൽ. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഉള്ളിലേക്ക് എടുക്കുന്ന എൻറ്റർ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷനിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് കൂടുന്നു? നമ്മുടെ സോളിബിലിറ്റി കൂടുന്നു. എക്സാമ്പിൾ സാൾട്ട് വാട്ടർ. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പുറത്തോട്ട് പോകുന്ന റിയാക്ഷൻ. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സോളിബിലിറ്റി കൂടുന്നു. പ്രഷറിന് സോളിഡ് ഇൻ ലിക്വിഡിൽ യാതൊരു തരത്തിലും എന്തില്ല?
റോളുകളില്ല. ഇനി സോളുബിലിറ്റി ഇൻ ഗ്യാസിൽ ലിക്വിഡ് ആണെങ്കിൽ സൊല്യൂട്ട് ഗ്യാസും സോൾവെന്റ് ലിക്വിഡുമാണ്. നേച്ചർ ഓഫ് സോൾവെന്റ് സൊല്യൂട്ട് എന്ന് പറയുന്ന സെയിം പ്രിൻസിപ്പിൾ ആണ് ആരുടെ തന്നെ, ലിക്വിഡ് ഇൻ സോൾഡ് ഇൻ ലിക്വിഡ് പോലെ തന്നെ. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, സോളുബിലിറ്റി കുറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. എവിടെ, ഗ്യാസ് ഇൻ ലിക്വിഡില്. ടെമ്പറേച്ചർ കുറയുമ്പോൾ സോളുബിലിറ്റി കൂടുന്നു ഗ്യാസ് ഇൻ ലിക്വിഡില്. ഇനി അടുത്തത് പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യുന്നു, സോളുബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോഡ വാട്ടർ ഓർത്താ മതി. അത് ഹെൻറീസ് ലോയുടെ കാര്യം പറഞ്ഞു. ടെമ്പറേച്ചറും സോളുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷൻ പി ഇസ് ഈക്വൽ ടു KH ആണ്. KH എന്ന് പറഞ്ഞാൽ ഹെൻറി കോൺസ്റ്റന്റ് ആണ്. ഹെൻറി കോൺസ്റ്റന്റ് വാല്യൂ കൂടുമ്പോൾ സോളുബിലിറ്റി കുറയുന്നു. അതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് റിങ്സിനകത്തെല്ലാം അത് സീൽ ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ സ്ക്യൂബ ഡൈവേഴ്സിന് എന്ത് സംഭവിക്കുന്ന കാര്യം, നമ്മൾ സമുദ്രത്തിന് താഴോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നു, പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുമ്പോൾ സോളുബിലിറ്റി കൂടുന്നു. പക്ഷെ പെട്ടെന്ന് അവർ പൊങ്ങുന്ന സമയത്ത് സോളുബിലിറ്റി കുറയും. നൈട്രജൻ ബബിൾസ് ബ്ലഡിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. ആ ഒരു മെഡിക്കൽ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻഡ്. ബെൻഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പതുക്കെ തന്നെ സ്കൂബ ഡൈവേഴ്സ് ഡൈവ് ചെയ്തിട്ട് കുറച്ചു നേരം ഡൈവ് ചെയ്തതിനു ശേഷം മാത്രം അവർ പൊങ്ങുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഹൈ ഓൾട്ടിറ്റ്യൂഡിലോട്ട് പോകും തോറും പ്രഷർ കുറയുന്നു. അതേപോലെ എന്ത് സംഭവിക്കുന്നു, സോളിബിലിറ്റി ഓഫ് ഓക്സിജനും ബ്ലഡും കുറയുന്നു. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനോക്സിയ. ഇത് കാരണമാണ് നമ്മുടെ ബ്ലഡ് സെൽസ് എല്ലാം പൊട്ടി നമുക്ക് മൂക്കിലൂടെ ബ്ലഡ് ഒക്കെ വന്ന് ഓരോരുത്തർക്ക് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, മൂക്കിലെ ബ്ലഡ് വന്ന് മരിക്കുന്നതിന് കാരണമാകുന്നത്. പിന്നെ വേപ്പർ പ്രഷർ എന്തുവെന്ന് പറഞ്ഞു, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിന്റെ മോളിക്യൂൾസ് സർഫസിൽ നിന്ന് എസ്കേപ്പ് ആകുമ്പോൾ എയർ വേപ്പർ ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതിന്റെ കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് നമ്മൾ പറഞ്ഞു. എ എന്ന് പറയുന്ന കമ്പോണന്റ് എന്താണ്, മോൾ ഫ്രാക്ഷനും ബി എന്ന് പറയുന്നത് ബിയുടെ മോൾ ഫ്രാക്ഷനുമാണ്. ലിക്വിഡ് സൊല്യൂഷനകത്തുള്ള കണ്ടീഷൻസ് പറഞ്ഞു. അത് കഴിഞ്ഞ് റൗൾട്ട്സ് ലോ നമ്മൾ പറഞ്ഞു. റൗൾട്ട്സ് ലോയും ഹെൻറീസ് ലോയും ഈക്വൽ ആകുന്ന കണ്ടീഷനാണ് P0 A is equal to KH എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT എന്താണെന്ന് പറഞ്ഞു. ഇനി ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയൽ സൊല്യൂഷൻ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന ആളുകളും നോൺ ഐഡിയൽ സൊല്യൂഷൻ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യാത്ത ആളുകളുമാണ്. ഐഡിയൽ സൊല്യൂഷൻസിന് ഒബേ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ PA is equal to P0 A plus chi B, PB is equal to P0 B plus chi B, P is equal to PA plus PB. ഡെൽറ്റ H മിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, ആ റിയാക്ഷൻ നടക്കുമ്പോൾ യാതൊരു തരത്തിലെയും ഹീറ്റ് എൻറ്റർ ആകുന്നുമില്ല, ഹീറ്റ് പുറത്തോട്ട് പോകുന്നുമില്ല. വി മിക്സിൽ എന്ത് സംഭവിക്കുന്നില്ല, അവിടെ ഒരു വോളിയം ചേഞ്ചും ഉണ്ടാകുന്നില്ല. പിന്നെ ഇവിടെ 3 തരത്തിലെ ഇന്ററാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. എ ഇന്ററാക്ഷൻ, ബി ഇന്ററാക്ഷൻ, AB ഇന്ററാക്ഷൻ. ആ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എയും ബി എന്ന് പറഞ്ഞ 2 കമ്പൗണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻസ് ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, നോട്ട് ഈക്വൽ ടു കൊടുത്താൽ മാത്രം മതി എല്ലാത്തിനും. അതിന് 2 ഡീവിയേഷൻസ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ഡീവിയേഷൻ എന്താ, AB ഇന്ററാക്ഷൻ ആരെക്കാൾ സ്ട്രോങ് ആണ് BB ഇന്ററാക്ഷനേക്കാളും, മറ്റത് വീക്കർ ആയതുകൊണ്ടാണ് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടാക്കുന്നത്. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ മിക്സ്ചേഴ്സ് ആണ്. ഈ മിക്സ്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് കടക്കാൻ പോവാം. വേറൊരു സ്ഥലം എന്ന് പറയുന്ന മക്കളെ നോക്കി, അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരാളാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ മാത്രം, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനകത്ത് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉള്ള ആളുകൾ. അവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡു നോട്ട് ഡിപ്പെൻഡ് നേച്ചർ ഓഫ് ദി സൊല്യൂട്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ ആ സൊല്യൂഷനകത്തുള്ള നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളെ മാത്രം നമ്മൾ എന്ത് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നു, പക്ഷെ അതിനകത്തുള്ള എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്ത് തരത്തിലുള്ള സോൾവെന്റ് ആണ് മിക്സ് ആയിട്ടുള്ള സോൾവെന്റ് നേച്ചേഴ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ട് നമുക്ക് 4 പേരാണുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇത്രയാണ് എന്തുള്ളത്,
നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? നമ്മുടെ ഒരു സൊല്യൂഷൻ എടുക്കുന്നു, ആ സൊല്യൂഷനകത്ത് എന്തുണ്ട്? സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ട്. സൊല്യൂട്ട് പാർട്ടിക്കിളിനെ മാത്രം, അവരുടെ നമ്പറിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വേറെ ആരെയും നോക്കുന്നില്ല. ഈ സൊല്യൂട്ടിന്റെ ക്യാരക്ടർ എന്താണെന്നോ, അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ ഏത് നേച്ചർ ആണെന്നോ, അവരുടെ സോലുബിലിറ്റി എങ്ങനെയാണെന്നോ, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ എത്ര തരത്തിലുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇത്രയും തരത്തിലുള്ള എന്താ ഉള്ളത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമുക്കുള്ളത്. എടാ ഇത്രയും പറഞ്ഞത് മനസ്സിലായോടാ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോടാ മക്കളെ? മനസ്സിലായി. അതോ പുകയാണോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്തോ കേട്ടില്ലടാ? കുഴപ്പമില്ല. എന്തായാലും നിങ്ങളിത് പഠിക്കണേ. കുറച്ച് ഒരു ഡ്രൈ ഏരിയ ആണ്, എനിക്ക് മനസ്സിലാവും. നമ്മൾ അതിനകത്ത് നമ്മുടെ ആ ചാപ്റ്ററിനകത്ത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് എടുത്തതാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി. കാരണം ഇതിനകത്ത് ഒരുപാട് ഡെറിവേഷൻസ് ആണ് മക്കളെ. നമുക്ക് ഡെറിവേഷൻസ് ഒന്നും വേണ്ട. അപ്പൊ അത്രയും സോർട്ട് ഔട്ട് ചെയ്ത് എടുത്തപ്പോൾ നമുക്ക് അത്രയും ഒരുപാട് സമയമില്ലല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ്സ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നോട് ചോദിക്കണം. അപ്പൊ എനിക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. അപ്പോ വീണ്ടും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഇനി എന്റെ ക്ലാസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ചയാണ്. ക്ലാസ് ബുധനാഴ്ച ഉള്ളപ്പോൾ നിങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് വരേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഗാനിക്കിന്റെ ടേബിളില് 6 വരെയുള്ള കോമ്പൗണ്ട്, 6 കോമ്പൗണ്ട്, ആദ്യത്തെ 6 കോമ്പൗണ്ടിന്റെ നെയിം, വേർഡ് റൂട്ട് എല്ലാം പഠിച്ചിട്ട് വരണം. പിന്നെ മെത് ഏത് പ്രൊപ്പൂബ്യൂട്ട് അറിയാത്ത ആളുകൾ അത് പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ ആണല്ലോ? പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ ഇന്ന് രാവിലെ എടുത്ത ഓർഗാനിക്കിന്റെ ചാപ്റ്റർ റിവിഷൻ ചെയ്തിട്ട് വേണം വരാൻ. ഓർഗാനിക്കിന്റെ ചാപ്റ്റർ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. ഓർഗാനിക് ചാപ്റ്റർ വായിച്ചിട്ട് വേണം വരാൻ. അതിന്റെ ബാലൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എടുക്കുന്നത്. ഓർഗാനിക് ചാപ്റ്റർ റിവിഷൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ വരാവൂ. നമ്മൾ എന്ത് ചെയ്യാന്നറിയാമോ? നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ഇക്വേഷൻസ് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞില്ലേ? ആ ഇക്വേഷൻസ് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ടെലിഗ്രാമിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് തരും. ആദ്യത്തെ 2 എണ്ണമൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തന്നെ ഇട്ട് തരാം. ഡൗട്ട് ഉള്ളത് ചോദിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി നാളെ നിങ്ങൾക്ക് ഞാൻ തരാതെ നിങ്ങൾ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? തന്നെ ഒന്ന് ചെയ്ത് നോക്കണം, കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ അതൊക്കെ വലിയ പ്രോബ്ലംസ് ആയതുകൊണ്ട് ചിലപ്പോൾ എക്സാമിന് ഉണ്ടാവണമെന്നില്ല. എന്നാലും ഒരടി മുന്നോട്ട് വെക്കുകയാണ്. ചിലപ്പോൾ ചോദിച്ചാലോ, നമുക്കൊരു മാർക്ക് കിട്ടുന്നതല്ലേ, കളയണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യട്ടെ ഞാൻ. അപ്പൊ എല്ലാരും പോയി ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് ഇനി അടുത്ത ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് കാണാൻ ഇരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പെട്ടെന്ന് വായിക്കുക. നമുക്ക് അടുത്ത മാസം ആവുന്നു. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സമയം കളയരുത്. നമ്മളെല്ലാരും പൈസയൊക്കെ കൊടുത്തിട്ടാണ് ഇതിന് മുന്നിൽ വന്നിരിക്കുന്നത്. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടാ. അപ്പൊ അതുകൊണ്ട് എല്ലാരും പഠിക്കുക. അപ്പൊ ഇത് വായിച്ചിട്ട് വേണം വരാന്. പോളിന്റെ ടോപ്പിക്ക് ഞാൻ പറയാം. നമ്മൾ പോളിമർ വരെയല്ലേ പോൾ ചെയ്തേക്കുന്നത്. ഇനി ബാലൻസ് എൻവയോൺമെന്റൽ കെമിസ്ട്രിയും കെമിസ്ട്രി എവരിഡേ ലൈഫും ഉണ്ട്. റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്. അതെല്ലാം തരാം. ഇനി പോൾ എക്സാം ഞാൻ 10 ക്വസ്റ്റ്യൻസ് വീതമായിരുന്നു നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ഇനി മുതൽ 10 ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. ക്വസ്റ്റ്യന്റെ നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പോവാണ്? കൂട്ടാൻ പോവാ. പോൾ എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പോളില് ഞാൻ പറയാത്ത കാര്യങ്ങൾ, എക്സ്ട്രാ പോയിന്റ്സ് വല്ലതും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുത്ത് അതിന്റെ ആൻസറൂടെ പഠിച്ചു തന്നെ വെക്കണം. കാരണം പോൾ എക്സാംസ് ഞാൻ ഇടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആരും മറന്നു പോവരുത്. പോൾ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അങ്ങനെ ഓക്കെ, ബൈ. താങ്ക് യു.